ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ വൈഷ്ണാസ് വിദ്യാലയ. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് ക്ലാസ് 8ൻ്റെ ഹിന്ദി ആദ്യത്തെ ചാപ്റ്ററാണ്. അപ്പോൾ ഇവിടെ ഒരു മരം കൊടുത്തിട്ടുണ്ട്. മരത്തിൽ നിന്ന് ഇലകൾ കൊഴിയുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു നദീതീരം, അവിടെ ഒരുപാട് ജീവജാലങ്ങളൊക്കെ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. മരം എന്ന് പറയുന്നത് നമുക്ക് ഒരുപാട് തരത്തിൽ യൂസ്ഫുള്ളാണല്ലേ. നമുക്ക് തണലേകുന്നു, ഒരുപാട് ജീവജാലങ്ങൾക്ക് വാസസ്ഥലം നൽകുന്നു. അതുപോലെ തന്നെ നമ്മുടെ ആഹാരത്തിൻ്റെ ഒരു സ്രോതസ്സ് കൂടെയാണ് അല്ലേ. അങ്ങനെ ഒരുപാട് പ്രയോജനമുള്ള ഒരു ഭൂമിയുടെ ഒരു വരദാനമാണ് നമ്മുടെ പേടെന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് കവിതയിലേക്ക് കടക്കാം. പേട്. അപ്പം നമുക്കിതൊന്ന് വായിക്കാം. पेड़ तुम पेड़ नहीं तुम दर्जी, तुमने कितने सिले कौसले, कितनी सिली हवाएं, धूप सिली तो बिगड़ गई कदरन कदरन छायाएं. पेड़ तुम पेड़ नहीं तुम दर्जी, मिट्टी सिल कर रंग बनाए, पानी सिल आकाश, मिट्टी रंग हवा पानी को जोड़ दिया तराश. पेड़ तुम पेड़ नहीं तुम दर्जी, तुमने कितने सिले किनारे, कितनी सिली ज़मीनें, रंग महक की हुई सिलाई, फूल सिले पश्मीने. पेड़ तुम पेड़ नहीं तुम दर्जी, आम में आम के स्वाद सिले हैं, जामुन में जामुन के बाग में बाग के स्वाद सिले हैं, वन के पेड़ में वन के पेड़ तुम पेड़ नहीं तुम दर्जी. അപ്പോൾ ആദ്യത്തെ വരികൾ നമുക്ക് നോക്കാം. പേട് തും പേട് നഹീം തും ദർജി. പേട് മരം അല്ലേ. തും നീ, പേട് നഹീം നീ മരമല്ല, മരമേ നീ ഒരു മരമല്ല, നീ ഒരു തും ദർജിയാണ്, നീ ഒരു തയ്യൽക്കാരനാണ് എന്നാണ് പറയുന്നത്. അതായത് മരമേ നീ വെറും ഒരു മരം മാത്രമല്ല, നീ ഒരു തയ്യൽക്കാരൻ കൂടിയാണ് എന്നാണ് പറയുന്നത്. തുമ്നെ കിത്തിനെ സിലേം കോസിലേ, തുമ്നെ നീ, കിത്തിനെ എത്രയോ, സിലേ തുന്നിച്ചേർത്തിട്ടുണ്ട്, കോംസിലേ കൂട്. അപ്പോൾ എന്താണ് പറയുന്നത്, നീ എത്രയോ കൂടുകൾ തുന്നിച്ചേർത്തിരിക്കുന്നു എന്നാണ്. അപ്പോൾ ഈ സിലേ എന്നൊരു വാക്കെന്ന് പറയുന്നത് ഈ കവിതയിൽ ഒരുപാട് സ്ഥലങ്ങളിൽ വരുന്നുണ്ട്. അതിനർത്ഥം എന്താണ്, തുന്നിച്ചേർക്കുക എന്നാണ്. അപ്പോൾ തുമ്നെ കിത്തിനെ സിലേ ഘോസിലേ, നീ എത്രയോ കൂടുകൾ തുന്നിച്ചേർത്തിരിക്കുന്നു. കിത്തിനി സിലി ഹവായേ, എത്രയോ ഹവായും കാറ്റ്, കാറ്റ് തുന്നിച്ചേർത്തിരിക്കുന്നു. ധൂപ്പ് സിലി തോ ബിഗർ ഗയി, ധൂപ്പ് എന്ന് പറഞ്ഞാൽ വെയിൽ, വെയിൽ തുന്നിച്ചേർത്തപ്പോൾ, ബിഗർ ഗയി എന്ന് പറഞ്ഞാൽ ചിതറുക എന്നാണ് കേട്ടോ. ധൂപ്പ് സിലി തോ ബിഗർ ഗയി കദരൻ കദരൻ ചായായേ, കദരൻ കദരൻ എന്ന് പറഞ്ഞാൽ കഷ്ണങ്ങൾ എന്നാണ്, ചായായേ നിഴൽ. അപ്പോൾ വെയിൽ വന്നപ്പോൾ, വെയിൽ തുന്നിച്ചേർത്തപ്പോൾ എന്ത് ചിതറി, നിഴൽ ചിതറി എന്നുള്ളതാണ് പറയുന്നത്. നിഴലുകൾ കഷ്ണം കഷ്ണമായി എന്നുള്ളതാണ്. അതായത് നമ്മുടെ സൂര്യൻ വരുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ വെയിൽ വരുമ്പോൾ എന്ത് സംഭവിക്കും, നിഴൽ, അതായത് നിഴലെന്ന് പറയുന്നത്, അതായത് തണൽ എന്ന് പറയുന്നത് പോയില്ലേ, അതാണ് പറയുന്നത്. പേട് തും പേട് നഹീം തും ദർജി, മരമേ നീ വെറും ഒരു മരമല്ല, എന്താണ്, നീ ഒരു തയ്യൽക്കാരനാണ്. മിട്ടി സിലിക്കർ രംഗ് ബനായേ, മിട്ടി എന്ന് പറഞ്ഞാൽ മണ്ണ്, മണ്ണ് തുന്നിച്ചേർത്ത്, സിലിക്കർ തുന്നിച്ചേർത്ത്, രംഗ് നിറം ഉണ്ടാക്കി, ബനായേ ഉണ്ടാക്കി. പാനി സിൽ ആകാശ്, പാനി എന്ന് പറഞ്ഞാൽ വെള്ളം, വെള്ളം തുന്നിച്ചേർത്ത് ആകാശമുണ്ടാക്കി. മിട്ടി രംഗ് ഹവാ പാനി കോ ജോഡാ ദിയ തരാശ്,
മിട്ടി എന്ന് പറയുന്ന മണ്ണ്, രംഗ് എന്ന് പറയുന്നത് എന്താണ്? നിറം, ഹവ കാറ്റ്, പാനി എന്ന് പറഞ്ഞാൽ വെള്ളം. ഈ മണ്ണും നിറവും കാറ്റും വെള്ളവുമെല്ലാം യോജിപ്പിച്ചുകൊണ്ട് നീ പല പല ദിയാ തരാശ് രൂപപ്പെടുക. തരാശ് എന്ന് പറഞ്ഞാൽ രൂപപ്പെടുക. അങ്ങനെ ഇതെല്ലാം ഉണ്ടാക്കിക്കൊണ്ട്, ഇതെല്ലാം തുന്നിച്ചേർത്തുകൊണ്ട് നീ എന്ത് ചെയ്തു? പല പല രൂപങ്ങളും ഉണ്ടാക്കി എന്നുള്ളതാണ് പറയുന്നത് കേട്ടോ. പേട് തും പേട് നഹീം തും ദർജി. നീ ഒരു പേട് മാത്രമല്ല, നീ ഒരു തയ്യൽക്കാരൻ കൂടിയാണ്. തുമ്മിനെ കിത്തിനെ സിലെ കിനാരെ. തുമ്നെ കിത്തിനെ, നീ എത്രയോ തീരങ്ങൾ. കിനാരെ എന്ന് പറഞ്ഞാൽ തീരങ്ങൾ തുന്നിച്ചേർത്തിരിക്കുന്നു. കിത്തിനി സിലി ജമീനെ. നീ സമീനെ എന്ന് പറഞ്ഞാൽ ഭൂമി. നീ എത്രയോ ഭൂമികൾ തമ്മിൽ കൂട്ടിച്ചേർത്തിരിക്കുന്നു, തുന്നിച്ചേർത്തിരിക്കുന്നു. രംഗ് മഹക്ക് കി ഹുയി സിലായി. രംഗെന്ന് പറയുന്നത് രംഗെന്ന് പറഞ്ഞാൽ നിറം. മഹക്ക് എന്ന് പറയുന്നതാണ് ഗന്ധം അല്ലെങ്കിൽ സുഗന്ധം എന്നർത്ഥം. രംഗ് മഹക്ക് കി ഹുയി സിലായി. അപ്പോൾ നിറങ്ങളും കൊണ്ടും സുഗന്ധങ്ങളും കൊണ്ടും നീ തുന്നിച്ചേർത്തത് എന്താണ്? ഫൂൽ എന്താണ്? ഫ്ലവർ അല്ലേ? പൂവുണ്ടാക്കി. നിറം കൊണ്ടും ഗന്ധം കൊണ്ടും നീ തുന്നിച്ചേർത്തിരിക്കുന്നത് പൂവാണ്. ഫൂല് സിലെ പശ്മീനെ. ആ ഒരു പൂവ് കൊണ്ട് നീ തുന്നിച്ചേർത്തിരിക്കുന്നു കമ്പിളി വസ്ത്രങ്ങളെയാണ് പറയുന്നത്, പശ്മീനെ. അപ്പോൾ ആ പൂവുകൾ കൊണ്ട് നീ കമ്പിളി വസ്ത്രങ്ങൾ ഉണ്ടാക്കി. പേട് തും പേട് നഹീം തും ദർജി. മരമേ, നീ വെറുമൊരു മരമല്ല, നീ ഒരു തയ്യൽക്കാരൻ. ആമുമേം ആം കി സ്വാദ് സിലേഹേ അല്ലേ? ആമെന്ന് പറഞ്ഞാൽ മാങ്ങ. അപ്പം മാങ്ങയുടെ സ്വാദും നീ തുന്നിച്ചേർത്തിരിക്കുന്നു. ജാമുൻ എന്ന് പറയുന്നത് ഞാവൽപ്പഴം. ജാമുൻ കെ, ഞാവൽപ്പഴത്തിൽ ഞാവൽപ്പഴത്തിൻ്റെതായ സ്വാദും. ബാഗ് കെ സ്വാദ് സിലേഹേ. ബാഗ് എന്ന് പറയുന്നത് പൂന്തോട്ടം, ഗാർഡൻ. അപ്പം ഗാർഡൻ എന്ന് പറയുന്നത് അത് പൂന്തോട്ടത്തിൻ്റെതായ രീതിയിലുള്ള സ്വാദും നീ തുന്നിച്ചേർത്തിരിക്കുന്നു. വനിക്കെ പേടുമേ വനിക്കെ. അതായത് കാട്ടിൽ നീ ഒരുപാട് മരങ്ങളും തുന്നിച്ചേർത്തിരിക്കുന്നു എന്നുള്ളതാണ്. വനിക്കെ പേടുമേ വനിക്കെ പേട് തും പേട് നഹീം തും ദർജി. മരമേ, നീ വെറുമൊരു മരമല്ല, നീ ഒരു തയ്യൽക്കാരനാണ്. അതായത് ഈ ഒരു മരം എന്ന് പറയുന്നത് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നതാണ് ഈ ഒരു കവിതയിൽ പരാമർശിക്കുന്നത് കേട്ടോ. ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടല്ലേ? മരം എന്ന് പറയുന്നത് നമ്മുടെ ഒരു പ്രകൃതിയുടെ വരദാനമാണ്. അത് നമ്മുടെ ഈ ഒരു ഭൂമിയിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ നമുക്കൊരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ആപ് അപ്നി സിന്ദഗി കോ കേസെ സിൽന ചാഹത്തെ. നിങ്ങൾ നിങ്ങളുടെ ജീവിതം എങ്ങനെയാണ് തുന്നിച്ചേർക്കാൻ ആഗ്രഹിക്കുന്നത്? അപ്പോൾ നല്ല രീതിയിൽ നമ്മൾ തുന്നിച്ചേർക്കണം നമ്മുടെ ജീവിതവും അല്ലേ? ആർക്കും ഉപദ്രവം ചെയ്യാതെ നമ്മൾ സത്യസന്ധരായി നല്ലതുപോലെ പഠിച്ച് ജോലിയൊക്കെ വാങ്ങി എല്ലാവരെയും റെസ്പെക്റ്റ് ചെയ്തുകൊണ്ട് എന്തു ചെയ്യണം? നമ്മളും നമ്മുടെ ജീവിതം എന്ത് ചെയ്യണം? സിൽന ചാഹിയെ തുന്നിച്ചേർക്കണം എന്താണ് നമ്മളും പറയാനുള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ കവിത ഇഷ്ടപ്പെട്ടെങ്കിൽ, മനസ്സിലായെങ്കിൽ നിങ്ങൾ പ്ലീസ് സബ്സ്ക്രൈബ് ഫ്രണ്ട്സ്. താങ്ക് യു.